ഇന്ന് സത്യപ്രതിജ്ഞയായിരുന്നു. പുതിയ മന്ത്രിസഭ വരികയാണ്. ഇന്ന് മുതൽ നമുക്ക് പുതിയ മുഖ്യമന്ത്രി, പുതിയ മന്ത്രിസ്ഥാനങ്ങൾ. UDF അധികാരത്തിലോട്ട് 10 വർഷത്തിന് ശേഷം UDF അധികാരത്തിലോട്ട് വന്നു. കുറെ അധികം വാഗ്ദാനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. കുറെ അധികം പദ്ധതികൾ നമ്മുടെ മുന്നിലോട്ട് വെച്ചിട്ടുണ്ട്. എങ്ങനെ നമുക്ക് കാണാം? ഏതൊരു സർക്കാരിനെയും കാണുന്ന പോലെ 2016 പിണറായി വിജയൻ മന്ത്രിസഭ കേരളത്തിൽ അധികാരമേറ്റ സമയത്ത്, അതിനുശേഷം 21 അധികാരമേറ്റ സമയത്തും ഒക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരുന്ന അതേ ശുഭപ്രതീക്ഷയോട് കൂടി തന്നെ വേണം പുതിയൊരു മന്ത്രിസഭയെ നമ്മൾ കാണാൻ. അവിടെ മുന്നണി മാത്രമേ മാറുന്നുള്ളൂ, സർക്കാരുകൾ മാറുന്നില്ല എന്നുള്ളത്. സർക്കാർ എല്ലാ കാലത്തും മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുതിയ പ്രതീക്ഷകളാണ്. പുതിയ VD സതീശനെ പോലെ ഒരു ചെറുപ്പക്കാരൻ എന്ന് വേണേൽ പറയാം, ഒരു 63 വയസ്സെന്തേ ഉള്ളൂ, അങ്ങനെ ഒരാൾ അധികാരത്തിലേക്ക് എത്തുന്നു എന്ന് പറയുന്ന സവിശേഷമായ ഒരു സാഹചര്യം ഉണ്ടാവുന്നു. കുറച്ചുകൂടി ഒരു പുതുയുഗം എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് കേരളം പോയാൽ വളരെ നല്ലത്. വലിയ പ്രതിസന്ധിയുള്ളവരാരും തന്നെ ഇല്ല എന്ന് പറയാം. ഇപ്പം K മുരളീധരൻ മന്ത്രിസഭയിലുണ്ട്, PC വിഷ്ണുനാഥ് മന്ത്രിസഭയിലുണ്ട്, വയനാട്ട് കൽപ്പറ്റയിൽ നിന്നുള്ള സിദ്ദിഖ് ഉണ്ട്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് നല്ല മന്ത്രിമാരുണ്ട്. ബിന്ദു കൃഷ്ണ, വനിതകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ ബിന്ദു കൃഷ്ണ മന്ത്രിയാണ്. അതോടൊപ്പം തന്നെ തുളസി മന്ത്രിയാണ്. ഷാനിമോൾ ഉസ്മാൻ ഇത്തവണ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്ന പദവിയിലേക്ക് ഷാനിമോൾ ഉസ്മാനെ മാറ്റിയിട്ടുണ്ട്. സ്പീക്കറായിട്ട് ഏറ്റവും മുതിർന്ന നേതാവായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറായിട്ട് എത്തുന്നു എന്ന് പറയുന്ന ഒരു സവിശേഷമായ സാഹചര്യമുണ്ട്. അപ്പൊ അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ്, വ്യവസായ വകുപ്പ് തുടങ്ങിയ സുപ്രധാന വകുപ്പുകളെല്ലാം മുസ്ലിം ലീഗിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മുസ്ലിം ലീഗിന് 5 മന്ത്രി എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോഴുണ്ട്. അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കുമ്പോൾ ഒരു പുതുമയോട് കൂടിയ ഒരു മന്ത്രിസഭയാണ് UDFന്റെ ഇത്തവണ വന്നിരിക്കുന്നത്. കുറച്ചൊക്കെ നല്ല വൈബ്രന്റ് ആയിട്ടുള്ള കുറെ നേതാക്കന്മാർ ഇതിനകത്തേക്ക് വരുന്നു എന്നുള്ളതും ഒരു പ്രത്യേകത തന്നെയാണ്. പക്ഷേ ഈ പ്രത്യേകതകളെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോഴും ഈ സർക്കാർ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും അധികം പ്രാധാന്യം. ഇന്ന് മന്ത്രിസഭാ യോഗം കൂടാൻ പോവാണ്. അപ്പൊ മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഉണ്ടാകുന്ന തീരുമാനങ്ങൾ, ആദ്യത്തെ മന്ത്രിസഭാ യോഗം നടക്കുന്നു. അപ്പൊ ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ പുതിയ പദ്ധതികൾ ജനം വലിയ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഉണ്ടാകാൻ പോകുന്ന ആശാ വർക്കർമാരുടെ ഓണറേറിയം 21,000 ആക്കി ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ജനത്തിന് താല്പര്യമുണ്ട്. അത് എങ്ങനെയാണ് എല്ലാവർക്കും ലഭിച്ചു തുടങ്ങുമോ തുടങ്ങിയ കാര്യങ്ങളിൽ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. KSRTC ബസ്സുകളിൽ വനിതകൾക്ക് യാത്ര സൗജന്യമാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ അറിയാൻ പൊതുജനത്തിന് താല്പര്യമുണ്ട്. അതോടൊപ്പം പെൻഷൻ 3000 ആക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അറിയാൻ അവകാശമുണ്ട്, അല്ലെങ്കിൽ ആഗ്രഹമുണ്ട്. അങ്ങനെ തുടങ്ങി നിരവധി ക്ഷേമ പദ്ധതികളാണ് സംസ്ഥാനത്ത് ഈ സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാവർക്കും അറിയണമെന്നുണ്ട്. എല്ലാവർക്കും ഇത് എങ്ങനെ നടപ്പിലാക്കും, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഞങ്ങളിലേക്ക് എത്തുക എന്ന് അതറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പൊ അതിനനുസരിച്ച് പോകുന്ന, എന്നാൽ ചോദിക്കും ഇത് മാത്രം മതിയോ ക്ഷേമം? അല്ല. വിദ്യാഭ്യാസം കഴിഞ്ഞ 10 വർഷക്കാലം